സമ്പാദ്യം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. മൻ തലബ ദുനിയ ഹലാലാ ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി വതഅതുഫൻ അലാ ജാരിഹി ലഖിയ അല്ലാഹ തആലാ വവജ്ഹുഹു കൽഖമരി ലൈലത്തൽ ബദ്രി ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് പണം തരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സമ്പാദ്യം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന് ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ, മറ്റുള്ളവരോട് നമ്മളോ നമ്മുടെ മക്കളോ യാചിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പോയി തെണ്ടാൻ പാടില്ല. എന്റെ മക്കള് പട്ടിണിയാണ്, എന്റെ ഭാര്യ പട്ടിണിയാ, ഞങ്ങൾക്ക് വീടില്ല, സ്വത്തില്ല, സഹായിക്കടേ. അങ്ങനെ ഒരു യാചനയെ നിരോധിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് യാചിക്കാതിരിക്കാനാണ് അള്ളാഹു നമുക്ക് ഹലാലായ കച്ചവടം നൽകിയത്, ഹലാലായ ബിസിനസ് നൽകിയത്. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത് വസഅയൻ അലാ അഹ്ലിഹി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നത് കേട്ടോ, തന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നത് കേട്ടോ. തന്റെ ഭാര്യയോ മക്കളോ ഹറാമിന്റെ പണം തിന്ന് വളരാൻ പാടില്ല. തന്റെ മക്കള് പട്ടിണി കിടന്നിട്ട് അന്യവന്റെ മുതൽ അനുവാദമില്ലാതെ അവൻ കഴിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. അവൻ പട്ടിണി കിടക്കുമ്പോ പടച്ച റബ്ബേ, അയൽവക്കത്തുള്ള പലിശക്കാരൻ കൊണ്ടുവരുന്ന സമ്പത്തിൽ നിന്ന് മീൻ വാങ്ങി കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ സമ്പാദിക്കുന്നത് മക്കൾക്കും ഭാര്യക്കും വേണ്ടിയാണ് കേട്ടോ. മൂന്നാമത് വതഅതുഫൻ അലാ ജാരിഹി, നമ്മുടെ സമ്പാദ്യം അയൽവക്കക്കാരെ കൂടെ പരിഗണിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. നമ്മൾ മാത്രം സമ്പാദിച്ച് തിന്നരുത്, നമ്മുടെ മക്കളെ മാത്രം തീറ്റിക്കരുത്. നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന 40 വീട്ടുകാരെ കൂടെ പരിഗണിക്കണേ. നീ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് നിന്റെ പെട്ടിയിൽ അല്പം മീൻ അധികമുണ്ടോ, അയൽവക്കത്തുള്ളവർക്ക് കൂടി നീ കൊടുത്ത് നീ സഹായിക്കണേ. അതാണ് നമ്മുടെ സമ്പാദ്യം ഹലാലാണ് എന്നതിന്റെ തെളിവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 3 രീതിയിലാണ് നീ സമ്പാദിക്കുന്നതെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് ഏത്? മഞ്ഞ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, മഞ്ഞ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ചുവപ്പ് കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ആവശ്യമില്ലാത്ത പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും അതിനു വേണ്ടി നമ്മൾ ആ പണം മാറ്റിവെച്ചാൽ ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ, നിന്ദ്യതയേറുന്ന നരക കുണ്ടാരത്തിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഗാനമേളയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയാൽ, അതിനു വേണ്ടി പൈസ കൊടുത്താൽ, നമുക്ക് അല്ലാഹു തന്ന ഹലാലായ പണം അതിനു വേണ്ടി നീ മാറ്റിവെച്ചാൽ നേരെ അല്ലാഹു അവിടെ കൊണ്ട്, ഇവിടെ കല്ലിവല്ലി, ഇവിടെ ഒന്നും അല്ലാഹു തിരിഞ്ഞു പോലും നോക്കൂല. നീ എന്ത് ചെയ്താൽ ഇവിടെ അല്ലാഹു ഒന്നും നോക്കൂല. നീ മുണ്ടില്ല നടന്നാലും ഒന്നും നോക്കൂല. നിന്നെ അല്ലാഹു പിടിക്കുന്നത് വാ, നീ പട്ടാഴി വടക്കേക്കര അല്ലെങ്കിൽ പള്ളിയുടെ ആ ഖബർസ്ഥാനിലേക്ക് നീ വാ, എല്ലാവരും പോകുമല്ലോ. അന്ന് പന്ത് മലക്കുകളുടെ കോർട്ടിലാണ്. അവിടെയാണ് വരുന്ന ചോദ്യം. ആരുടെ ചോദിക്കാൻ? ആരുടെ? അത്താ ഓടിവാത്താ, എന്തിനാത്താ അങ്ങനെ ചെയ്തത്? അല്ലാഹുവേ, ഇന്ന് ഞാൻ ഇടി കൊള്ളുകയാണ്. വല സൈഡ് ഒരു പാമ്പ്, ഇടത് സൈഡ് പാമ്പ്. പടച്ചവനെ, ഇതാ വലിയ ഒരു പാമ്പ് മുന്നോട്ട് വരുന്നു. 7 തലയുള്ള പാമ്പ്, 9 തലയുള്ള പാമ്പ്. പടച്ച റബ്ബേ, നിലവിളിച്ചാൽ ആരാണ് അതിന് ഉത്തരം നൽകുക? ആരുത്തരം നൽകും? ആരുത്തരം? എന്താ നീ ഇത് കേൾക്കാൻ? ഞാൻ അന്ന് പറഞ്ഞത് കേട്ടില്ലല്ലോ. ചോദ്യം ഉണ്ടാവും. അന്ന് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അന്ന് ആ മുസ്ലിയാരൊന്ന് പ്രസംഗിച്ചില്ലേ? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹ് അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ പടച്ച റബ്ബേ, ഇന്ന് ഈ കത്തിക്കാളുന്ന നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അല്ലാഹ് അന്ന് പറഞ്ഞത്, ഇന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയും. നാളെ മരിച്ച് കബറിൽ പോകും പറയും. ഇപ്പൊ കേൾക്കൂല. ഇപ്പൊ ഈ പറയുന്നൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സ് വരൂല.
കല്യാണം അടിച്ചു പൊളിക്കണം, മകളുടെ കല്യാണം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളി ഏത് പൈസ? ഹലാല പൈസ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വന്നിട്ടാ. അത് അതിനേക്കാളും വലിയ സംഭവം. നിസ്കാരവും ഇബാദത്തും ഒക്കെ ഉണ്ട്. മകളുടെ കല്യാണത്തിന് 20 ലക്ഷത്തിന്റെ വണ്ടി നിങ്ങൾ ബാങ്കിൽ പോയി പലിശക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഹലാലായ ഖൈറായ മുബാറക്കായ നിക്കാഹ് ഈ പൊന്നുമോളെ നരകത്തിലോട്ടല്ലയോ വാപ്പാ കയറ്റിവിടുന്നത്. നാളും മറ്റൊരാളുടെ ചുമടെടുക്കൂല കേട്ടോ. മറ്റൊരാളുടെ ചുമടെടുക്കൂല. وَإِن تَدْعُ مُثْقَلَةٌ إِلَى حِمْلِهَا لَا يُحْمَلْ مِنْهُ شَيْءٌ وَلَوْ كَانَ ذَا قُرْبَى. ഒരൽപ്പം ചുമട് എന്റെ ഒന്നെടുക്കടാ എന്റെ കൊച്ചാപ്പാട മോനെ. നീ എന്റെ അനിയന്റെ മോനല്ലേ, നീ എന്റെ ജ്യേഷ്ഠന്റെ മോനല്ലേ, എന്റെ മകളുടെ കല്യാണത്തിന് രാപ്പകലില്ലാതെ ഓടി നടന്നവനല്ലേ, എന്റെ അല്പം ചുമട് നീ ഒന്ന് എടുക്കടാ മോനെ. ആരെങ്കിലും ഈ ചുമടൊന്ന് ഏറ്റെടുക്കുവോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് നാളെ മൈസറയിലൂടെ സഞ്ചരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരാള് പോലും ഏറ്റെടുക്കൂല. വലൗ കാന ദാ ഖുർബാ, അത് രക്തബന്ധുവാണെങ്കിൽ പോലും ഏറ്റെടുക്കൂല കേട്ടോ. സ്വന്തം ഭാര്യ ഏറ്റെടുക്കൂല, സ്വന്തം ഭർത്താവ് ഏറ്റെടുക്കൂല. കാരണം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? എങ്ങനെങ്കിലും നമ്മുടെ തടി സലാമത്തായി കിട്ടിയാൽ മതി, എങ്ങനെങ്കിലും നമ്മുടെ തടി സലാമത്തായി കിട്ടിയാൽ മതി എന്നാ. അത് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അവിടെ രക്ഷപ്പെടാനാണ് ഇവിടെ നമ്മൾ പണിയെടുക്കുന്നത്. ഇവിടെ രക്ഷപ്പെടാനല്ല. ഇവിടെ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ നീ എങ്ങനെ ജീവിച്ചാലും നീ രക്ഷപ്പെടും. ഇവിടുത്തെ കാര്യം ഇവിടെ തല്ലി വല്ലി. നമ്മുടെ വിഷയം ഖബറിന് ശേഷമുള്ള ജീവിതത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണിത്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള കല്യാണം നടത്തണം. അള്ളാന്റെ റസൂലിന് വിപരീതമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് നാളെ അള്ളാന്റെ അടുക്ക് പോയിട്ട് പടച്ചാൽ ഇങ്ങനെ സംഭവിച്ചു, നീ പൊരുത്തപ്പെട്ടെന്ന്. ലോൺ എടുത്തിട്ട് എന്തിനു കല്യാണം നടത്തണം? ലോൺ എടുത്തിട്ട് എന്തിനു ആഡംബര കല്യാണം നടത്താൻ പോകണം? എന്തിനാ ലോൺ എടുത്തിട്ട് വലിയ ആഡംബര കല്യാണം നടത്തി വലിയ വണ്ടികൾ എടുത്തു കൊടുത്തിട്ട് വലിയ വാഹനത്തിൽ കയറ്റിയിട്ട് ഈ മക്കളെ പലിശയ്ക്ക് മാസം തോറും വാപ്പ CC അടയ്ക്കണ്ടേ? വാപ്പ ഇരുന്ന് വാപ്പാടെ കൽബും വാപ്പാടെ കരളുമല്ലേ ഈ മക്കള് തിന്നുന്നത്? 28-ാം തീയതിയാകുമ്പോ ബാങ്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരും, മൊബൈലിൽ വരും. സുലൈമാൻ സാഹിബ് വണ്ടിക്ക് അടയ്ക്കേണ്ടത് 49,000 രൂപ. നോട്ടിഫിക്കേഷൻ വരും. ഒരു ചെറിയ ഒരു ഗ്യാസിന്റെ ഒരു ലക്ഷം സൈഡില് ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് ജീരകവെള്ളം ഉണ്ടെങ്കിൽ കൊള്ളാം. എന്തോ ഒരു ചെറിയൊരു ഇതുവരെയ്ക്കും കുഴപ്പമില്ലായിരുന്നല്ലോ, നിങ്ങൾ നല്ല ഉഷാറായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നല്ല. ഇല്ല, ഒരു മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ വന്നു 49,000 അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. വണ്ടി എടുത്ത് കൊടുത്തല്ലേ മരുമോനെ. രണ്ടുപേരും അവർ സൂഹിച്ചോണ്ടിരിക്കില്ലേ? നമ്മൾ രണ്ടുപേരും ഇവിടെ ദുഃഖിച്ചോളി, അവർ രണ്ടുപേരും സൂഹിക്കട്ടെ. ആരാ ഇത് ഉണ്ടാക്കി വെച്ചത്? ഒരു വണ്ടി എടുക്കാൻ കഴിവില്ലാത്തൊരു വെണ്ണട്ടിക്കാൻ പോണ എന്റെ ചോദ്യം അതാണ്. സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ കഴിവില്ല, ഒരു മഹർ വാങ്ങിക്കാൻ കഴിവില്ല, വണ്ടി എടുക്കാനും കഴിവില്ല, ഒരു മഹർ വാങ്ങിക്കാനും കഴിവില്ല, ചെലവിന് കൊടുക്കാനും കഴിവില്ലാത്തവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന ഞാനാണ് മണ്ടൻ അല്ലേ? മരമണ്ടൻ. പെണ്ണിന്റെ തന്തമാരും മരമണ്ടന്മാരും. സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞ മോളെ കൊണ്ടുപോയി നമ്മൾ എന്തിനാ പിന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്?